നമസ്കാരം. മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ചില ആൾക്കാരൊക്കെ അത് അയച്ചിട്ടുണ്ടാവും, എന്നാൽ മറ്റു ചില ആൾക്കാരൊക്കെ അയക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ചില ആൾക്കാരൊക്കെ പഠനം ആരംഭിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർക്കൊക്കെ എവിടെ നിന്ന് പഠനം ആരംഭിക്കണമെന്നുള്ള സംശയത്തിലായിരിക്കും. എന്തു തന്നെ ആയാലും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ ക്ലാസ്സുകൾ മാസ്റ്റർ കീ ആരംഭിക്കുകയാണ്. ചിട്ടയായ ഒരു പഠനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം. ഇന്ന് വെറും 5 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വെറും 5 ചോദ്യങ്ങൾ. ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു പോവുക മാത്രമല്ല, ബാങ്കിങ്ങിലെ പ്രധാനപ്പെട്ട 5 ടോപ്പിക്കുകളും നമ്മൾ ഇതുപോലെ മുന്നോട്ട് പോകും. തുടക്കക്കാർക്കും എന്നാൽ ഏകദേശം കവർ ചെയ്ത് പഠിച്ചിട്ടൊക്കെ ഇരിക്കുന്നവർക്കും എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലൊരു ക്ലാസ് ആയിരിക്കും ഇത്. അതുകൊണ്ട് തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാവരും കാണുക. ഈ 5 ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും കഴിഞ്ഞതിന് ശേഷം 15 ചോദ്യങ്ങൾ നമ്മൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യും. നമുക്ക് തുടങ്ങാം. ബാങ്കിങ്ങിലെ പ്രീവിയസ് ചോദ്യങ്ങൾ അതാണ് ഹെഡിങ് എങ്കിലും നമ്മൾ ഇനി വരാൻ പോകുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമും വരാൻ പോകുന്ന കേരഫെഡ്, കേരള ബാങ്ക് എല്ലാവർക്കും ആവശ്യമാകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധാപൂർവം കാണുക. ആദ്യത്തെ ചോദ്യം, ദ ടേം ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് അണ്ടർ ഡാഷ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ബാങ്ക് എന്ന് പറയുന്ന ടേം ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ 1949 സ്ഥാപിതമായ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ ഏത് സെക്ഷനിലാണ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ടേം ബാങ്കിങ്ങിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കുക, ഓപ്ഷൻസ് സെക്ഷൻ 4A, സെക്ഷൻ 5B, സെക്ഷൻ 6C, സെക്ഷൻ 7A. ചിലപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇരിക്കുന്നവർക്കൊക്കെ ഇത് നിസ്സാരമായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. പക്ഷെ നമുക്കറിയാം, നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളാണ് പരീക്ഷാകാലിൽ നമ്മളെ എല്ലാം കുഴപ്പിക്കുന്നത്. അപ്പോൾ ബാങ്കിങ് എന്ന് പറയുന്ന ആ ഒരു ടേം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് ആക്ടിലാണെന്ന് ചോദിച്ചാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഓർത്തു വെക്കുക, RBI ആക്ട് അല്ല. ബാങ്കിങ് എന്ന് പറയുന്ന ആ ഒരു ടേം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്ന് പറയുന്ന ആക്ടിലാണ്. നോക്കുക, അതിൽ സെക്ഷൻ 5B, സെക്ഷൻ 5Bയിലാണ് ബാങ്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1949. 1949 ആ ആക്ടിൽ ഏത് സെക്ഷനിലാണ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 5Bയിലാണ്. B ഫോർ ബാങ്ക് എന്ന് ഓർത്ത് വെക്കുക. സെക്ഷൻ 5B ബാങ്ക്. ഇനി മുന്നോട്ട് പോകുന്നു. നോക്കുക, the term bank is derived from കുറച്ച് പ്രധാനപ്പെട്ട ഭാഷകളിൽ നിന്നാണ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ടേം വന്നിരിക്കുന്നത്. ഒന്ന് നോക്കാം. ഇറ്റാലിയൻ ഭാഷയായിട്ടുള്ള ബാങ്കോ, ഇറ്റാലിയൻ ഭാഷയായിട്ടുള്ള ബാങ്കോയിൽ നിന്ന് ബാങ്ക് എന്ന് പറയുന്ന ടേം വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ലാറ്റിൻ പദമായ ബാങ്കസ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്നും ബാങ്ക് എന്ന് പറയുന്ന ടേം വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഫ്രഞ്ച് വേർഡായ ബാങ്ക്യൂവും ജർമ്മൻ വേർഡായ ബാങ്ക് എന്നീ പറയുന്ന വാക്കുകളിൽ നിന്നാണ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ടേം വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇറ്റാലിയൻ വാക്കായിട്ടുള്ള ഏത് പദത്തിൽ നിന്നാണ് ബാങ്ക് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഇറ്റാലിയൻ വാക്കായിട്ടുള്ള ബാങ്കോ, ലാറ്റിൻ വാക്കായിട്ടുള്ള ബാങ്കസ്, ഫ്രഞ്ച് വാക്കായിട്ടുള്ള ബാങ്ക്യൂ, ജർമ്മൻ വാക്കായിട്ടുള്ള ബാങ്ക്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യമല്ല, നമ്മൾ ഒന്നാമത്തെ ഈ പറയുന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി കുറച്ച് എക്സ്ട്രാ പോയിന്റുകൾ കൂടെ ഞാൻ തരാം. നോക്കിക്കോണേ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നമുക്കറിയാം. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണ്? 1949. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 നിലവിൽ വരുന്ന സമയത്ത് അത് അങ്ങനെ അല്ലായിരുന്നു പേര്.
ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ഓർത്തു വെക്കുക. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്. ഓർത്തു വെക്കണേ, ഇത് എക്സാമിന്റെ ഒരു പ്രീവിയസ് ചോദ്യമാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ലാത്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. അപ്പോൾ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കിൽ എന്ത് ആപ്ലിക്കബിൾ അല്ല? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ല. എന്നാൽ പബ്ലിക് സെക്ടർ ബാങ്കിലും പ്രൈവറ്റ് സെക്ടർ ബാങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലും എല്ലാം എന്ത് ആപ്ലിക്കബിൾ ആണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ ഏത് സെക്ഷനിലാണ് ബാങ്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു. ഏത് സെക്ഷൻ? സെക്ഷൻ 5B ആണ്. RBI ആക്ട് അല്ല, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. RBI ആക്ട് എന്നായിരുന്നു 1934. ബാങ്ക് എന്ന് കേട്ടുകൊണ്ട് ചില ആൾക്കാർ ചാടിക്കേറി RBI ആക്ട് കറുപ്പിക്കാറുണ്ട്. അപ്പോൾ ബാങ്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് ആക്ടിലാണെന്ന് ചോദിച്ചാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അത് ആപ്ലിക്കബിൾ അല്ലാത്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ബാങ്കിങ് കമ്പനീസ് ആക്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വരുന്ന സമയത്ത് അതിന്റെ പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. അത് പാസ് ചെയ്യപ്പെട്ട വർഷം വിത്ത് ഡേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മാർച്ച് 16, 1949. അപ്പോൾ ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1949 മാർച്ച് 16. അപ്പൊ ശ്രദ്ധിച്ചിരുന്നോളെ, അവസാനമുള്ള 15 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിന്റെ മാർക്ക് കൂടെ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഒന്നും ചെയ്തേക്കണേ. അപ്പോൾ ബാങ്കിങ് കമ്പനീസ് ആക്ട് നിലവിൽ വന്ന വർഷം മാർച്ച് 16, 1949. നോക്കുക, അത് റീനെയിമായി. നമുക്കറിയാം ഇപ്പോൾ നമ്മൾ അതിനെ അറിയപ്പെടുന്നത് എങ്ങനെയാ? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാണ്. അത് റീനെയിം ആയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1965. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത് മാർച്ച് 16, 1949. അത് നിലവിൽ വരുന്ന സമയത്ത് അതിന്റെ പേരെന്തായിരുന്നു? ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. അത് റെഗുലേഷൻ ആക്ട് ആയ വർഷം എന്നാണ് 1965. സെറ്റാണല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാലോ. നോക്കിയേ, BR ആക്ട് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക് ഫ്രം മാർച്ച് 1, 1966. അതും പരീക്ഷയുടെ ഒരു പ്രീവിയസ് ചോദ്യമാണ്, സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ BR ആക്ട് ആപ്ലിക്കബിൾ ആയത് എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ മാർച്ച് 1, 1966 മുതലാണ്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ബാങ്കുകൾ ഏതാ? എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളും, എല്ലാ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും, എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളും ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ആപ്ലിക്കബിൾ ആണ്. എന്നാൽ ഏത് ബാങ്ക് ആപ്ലിക്കബിൾ അല്ല? ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ടുമായി യാതൊരു ബന്ധവുമില്ല, അവിടെ ആപ്ലിക്കബിൾ അല്ല. ഇനി നോക്കണേ, ഒരു ബേസ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ബാങ്ക് ഓഫ് വെനീസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ബാങ്ക് ഓഫ് വെനീസ് 1157. വർഷവും കൂടെ ഓർത്തു വെക്കുക. ലോകത്തിലെ ആദ്യത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് വെനീസ് 1157. ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. സ്ഥിരം ചോദ്യമാണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ നിലവിൽ വന്ന വർഷം 1770. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് വെനീസ്. ഏത് വർഷമാണ്? 1157. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. അത് ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? 1770. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ആൻഡ് കമ്പനിയാണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്?
അലക്സാണ്ടർ ആൻഡ് കമ്പനി. ഏത് വർഷം? 1770. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒരിക്കൽ കൂടി ഒന്ന് പറയുവാണേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് നോക്കണേ. The term bank is defined which section, which act? Banking Regulation Act 1949. അത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 5B ആണ്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 നിലവിൽ വരുമ്പോൾ അതിന്റെ പേരെന്തായിരുന്നു? ബാങ്കിംഗ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. അത് റീനെയിമായി ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ആയ വർഷം എന്നാണ്? 1965. ഓർത്തു വെക്കുക. ഏത് ബാങ്കിലാണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ലാത്തത്? ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കിലാണ്. കോപ്പറേറ്റീവ് ബാങ്കിൽ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആയാൽ എന്നു മുതലാണ്? മാർച്ച് 1, 1966 മുതലാണ്. ലോകത്തിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് വെനീസും ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനുമാണ്. നോക്കുക. അടുത്ത നോക്കണേ, പ്രസിഡൻസി ബാങ്കുകൾ. എന്താണ് പ്രസിഡൻസി ബാങ്കുകൾ? ഒരു എക്സാമിന് ചോദിച്ചതാണ്. താഴെ പറയുന്നവയിൽ പ്രസിഡൻസി ബാങ്കുകൾ ഏതാണ്, അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ പ്രസിഡൻസി ബാങ്കുകളിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തു വെക്കുക. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഈ 3 ബാങ്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രസിഡൻസി ബാങ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രസിഡൻസി ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ബാങ്ക് ഓഫ് ബംഗാള്, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ബാങ്ക് ഓഫ് ബംഗാൾ ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1806. ബാങ്ക് ഓഫ് ബംഗാൾ നിലവിൽ വന്ന വർഷം 1806. ബാങ്ക് ഓഫ് ബോംബെ നിലവിൽ വന്ന എന്നാണ്? 1840. ബാങ്ക് ഓഫ് ബംഗാള് 1806, ബാങ്ക് ഓഫ് ബോംബെ 1840. ബാങ്ക് ഓഫ് മദ്രാസ് ഏത് വർഷമാണ്? 1843. ബാങ്ക് ഓഫ് മദ്രാസ് 1843. നോക്കണേ, 1921 ആയപ്പോഴത്തേക്ക് ഈ 3 ബാങ്കുകളെയും കൂടെ മെർജ് ചെയ്ത് ഏത് ബാങ്ക് ഫോം ചെയ്തു? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തു. അപ്പൊ ഓർത്തു വെക്കുക, ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം എന്നാണ്? 1921. ഇംപീരിയൽ ബാങ്ക് നിലവിൽ വന്ന വർഷം 1921. ഏത് ബാങ്കുകളെ മെർജ് ചെയ്താണ് ഈ പറയുന്ന ഇംപീരിയൽ ബാങ്ക് ഫോം ചെയ്തത്? ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത് എന്താണ്? പ്രസിഡൻസി ബാങ്ക് എന്നാണ്. ഇത് 3 നിലവിൽ വന്ന വർഷങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. അടുത്ത നോക്കണേ, ഈ 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ആണ് പിന്നീട് നമ്മളെല്ലാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബാങ്ക് അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏത് ബാങ്ക് നാഷണലൈസ് ചെയ്ത് ഫോം ചെയ്തതാണ്? ഈ 1921 ഫോം ചെയ്ത ഇംപീരിയൽ ബാങ്ക് ആണ് നാഷണലൈസ് ചെയ്ത് എന്തായത്? SBI ആയത്. അപ്പോൾ SBI നിലവിൽ വന്ന വർഷം 1 ജൂലൈ 1955. ഓർത്തു വെക്കുക. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന എന്നാണ്? 1 ജൂലൈ 1955. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ഭാഗത്തോട്ട് പോവാം. നോക്കണേ, SBI ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഞാൻ പ്രധാനപ്പെട്ടത് ഏറ്റവും ബേസ് തുടക്കക്കാർക്കെല്ലാം ഉപകരിക്കുന്ന പോലെ ഒരു ചെറിയൊരു ക്ലാസ് ആണ്. അപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഇത്രയൊന്നും പഠിച്ചാൽ പോരാ. ടോപ്പിക് അടിസ്ഥാനമാക്കി സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാസ്റ്റർ കീ അക്കാദമി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ SBIയുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നോക്കിയേ. ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? SBI ആണ്. ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? SBI തന്നെയാണ്. അതുപോലെ തന്നെ ദ ലാർജസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് വിത്ത് നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? SBI ആണ്. SBI എന്നാണ് ഫോം ചെയ്തത്? 1 ജൂലൈ 1955. ഓർത്തു വെക്കണം. SBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, സ്ഥിരം ചോദ്യമാണ്. SBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരിഞ്ഞു പോകുന്ന ഒരു കാര്യം, ന്യൂഡൽഹി ആണോ മുംബൈ ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഇപ്പോൾ തന്നെ തറപ്പിച്ച് പഠിക്കുക. SBI
എസ് ബി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ്. എസ് ബി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ? മുംബൈയിലാണ്. ഓർത്തു വെക്കുക. എസ് ബി ഐ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അഥവാ AIRCSC. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് എസ് ബി ഐയെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ഈ ഹെഡ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? AD ഗോർവാലയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? AD ഗോർവാലയാണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. നോക്കാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം പൂർണ്ണമായി ഏതാണ്ട് ബേസ് ലെവലിൽ നിന്നുള്ള കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ പഠിച്ചു. അടുത്ത രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. രണ്ടാമത്തെ ചോദ്യം, dash are those banks which accept deposit and lend money for short term requirement. ഇത് ഒരു പ്രീവിയസ് ചോദ്യമാണ്. നമുക്കറിയാം ബാങ്കുകളെ പല രീതികളിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. അതിന്റെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്, അതിന്റെ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്, അതിന്റെ ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ ലൈസൻസിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ ആ ബാങ്കുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇവിടെ ഫംഗ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? അതിലെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള കുറച്ച് പോയിന്റുകളാണ് നോക്കുക. ഏതാണ്? which accept deposit and lend money for short term requirement. ഷോർട്ട് ടേം റിക്വയർമെന്റിന് വേണ്ടി ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുകയും ലെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ബാങ്ക്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്. നമുക്കറിയാം ഷോർട്ട് ടേം റിക്വയർമെന്റിന് വേണ്ടി ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്ത് മണി ലെൻഡ് ചെയ്യുന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. ഓർത്തു വെക്കുക. ഷോർട്ട് ടേം റിക്വയർമെന്റിന് വേണ്ടി ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്ത് മണി ലെൻഡ് ചെയ്യുന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. ഇനി നമ്മുടെ ബാങ്കിന്റെ ഫംഗ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ. ഫംഗ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചിരുന്നോണം. ഒന്നാമത്തത് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഒന്നാമത്തെ ബാങ്കാണ് ഏത്? കൊമേഴ്ഷ്യൽ ബാങ്ക്. നമ്മൾ നേരത്തെ പഠിച്ച അല്ലെ ഒന്നാമത്തെ ചോദ്യം എന്തുവായിരുന്നു? ഷോർട്ട് ടേം റിക്വയർമെന്റിന് വേണ്ടി ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്ത് മണി ലെൻഡ് ചെയ്യുന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. ഇവിടെ നോക്കണേ, കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നും നോക്കണേ. ഈ കുറച്ച് ആ പോയിന്റുകളൊന്ന് ഓർത്ത് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് സെറ്റായി. നോക്കണേ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദോസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ which accept a deposit from the public, repayable on demand and lend them for short period. നമുക്കറിയാം ഈ പറയുന്ന പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ച് അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെയാണ്, ഷോർട്ട് പീരീഡിലേക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെയാണ് എന്ത് പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. They borrow money in the form of deposit. അവര് പൈസ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇൻ ദ ഫോം ഓഫ് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റുകളായി പൈസ സ്വീകരിക്കുന്നു ലോവർ റേറ്റ് ഇൻട്രസ്റ്റില്. ഓർത്തു വെച്ചോണേ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ലോവർ റേറ്റ് ഇൻട്രസ്റ്റിലാണ് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. അതും പരീക്ഷയുടെ ഒരു ചോദ്യമാണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രോഫിറ്റ് എങ്ങനെയാണ് ഏൺ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ലോണിന്റെ അടിസ്ഥാനത്തിൽ ലോണിന്റെ ഇൻട്രസ്റ്റിൽ നിന്നാണ് അവരൊരു ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവരെടുക്കുന്നത്. ഒന്ന് നോക്കുക. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദോസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ which accept a deposit from the public, repayable on demand and lend them for short period. They borrow money in the form of deposit at lower rate and lend it at a higher rate, thereby make a profit. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് സെറ്റ് ആയല്ലോ. അടുത്ത ബാങ്കിലോട്ട് പോവാലോ. നോക്കാം. അടുത്ത ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്. അടുത്ത ബാങ്ക് ഏതാണ്? ഇൻഡസ്ട്രിയൽ ബാങ്ക്. ഇൻഡസ്ട്രിയൽ ബാങ്ക് മറ്റ് രണ്ട് പേരുകൾ കൂടി ഒന്ന് ഓർത്തു വെച്ചോണം. ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ മറ്റു പേരുകളാണ് ഡെവലപ്മെന്റ് ബാങ്കും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും. അപ്പോൾ
ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? ഇൻഡസ്ട്രിയൽ ബാങ്ക്. ഡെവലപ്മെന്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? ഇൻഡസ്ട്രിയൽ ബാങ്ക്. അപ്പൊ ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ ഫംഗ്ഷനിലോട്ട് ഒന്ന് പോയാലോ? നോക്കണേ. Industrial bank are those bank which offer long term and medium term loan to the industries and also work for their development. ഇൻഡസ്ട്രീസിന് കൊടുക്കുന്ന അല്ലെ, ഇൻഡസ്ട്രീസിന് ലോങ് ടേം ആയിട്ടും മീഡിയം ടേം ആയിട്ടും ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെയാണ് എന്ത് പറയുന്നത്? ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും ഡെവലപ്മെന്റ് ബാങ്കും. ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബാങ്ക് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട 2 വർഷങ്ങൾ ഒന്നുണ്ട്. നോക്കണേ. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. IFCIയുടെ പൂർണ്ണരൂപമാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അത് നിലവിൽ വന്നത് 1 ജൂലൈ 1948 IFCI നിലവിൽ വന്ന എന്നാണ്? 1 ജൂലൈ 1948. നോക്കണേ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തുവാ? IDBI. IDBIയുടെ പൂർണ്ണരൂപം എന്താണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അത് അപ്പെക്സ് ബാങ്ക് ആണ്. ഇൻഡസ്ട്രിയൽ ബാങ്കുകളുടെ അപ്പെക്സ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് IDBI ആണ്. ഇൻഡസ്ട്രിയൽ ബാങ്കുകളുടെ അപ്പെക്സ് ബാങ്ക് ഏതാണ്? IDBI. IDBI നിലവിൽ വന്ന വർഷവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1 ജൂലൈ 1964. 1 ജൂലൈ 1964 എന്ത് ഫോം ചെയ്തത്? IDBI ഫോം ചെയ്തത്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ 2 തരത്തിലുള്ള ബാങ്കുകൾ അതിന്റെ ഫംഗ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞു. കൊമേഴ്ഷ്യൽ ബാങ്കും ഇൻഡസ്ട്രിയൽ ബാങ്കും. സെറ്റ് ആയല്ലോ. അടുത്ത ഭാഗത്തോട്ട് പോകാം. അടുത്ത ബാങ്കാണ് അഗ്രികൾച്ചറൽ ബാങ്ക്. അഗ്രികൾച്ചറൽ ബാങ്ക് അതിന്റെ ആ ഒരു പേരിൽ തന്നെയുണ്ട്. അഗ്രികൾച്ചർ റിക്വയർമെന്റ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ലക്ഷ്യമാക്കി തുടങ്ങിയ ബാങ്കുകളാണ് എന്തെന്ന് പറയുന്നത്? അഗ്രികൾച്ചറൽ ബാങ്ക് എന്ന് പറയുന്നത്. ഒന്ന് നോക്കണേ. Agriculture banks are those specialized institutions which are intended to provide agricultural credit. Agricultural creditന് വേണ്ടി ഫോം ചെയ്ത ബാങ്കുകളാണ് എന്തെന്ന് പറയുന്നത്? അഗ്രികൾച്ചറൽ ബാങ്ക് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ അവിടെ പറയാൻ. അഗ്രികൾച്ചറൽ ക്രെഡിറ്റിന് ഫോം ചെയ്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അഗ്രികൾച്ചറൽ ബാങ്ക് ആണ്. നബാർഡ് എന്തിന് എക്സാമ്പിൾ ആണ്? അഗ്രികൾച്ചർ ബാങ്കിന് എക്സാമ്പിൾ ആണ്. നോക്കണേ. അടുത്ത 4ാമത്തെ ബാങ്ക് ഒന്ന് നോക്കണേ. എക്സ്ചേഞ്ച് ബാങ്ക്. 4ാമത്തെ ബാങ്കാണ് എക്സ്ചേഞ്ച് ബാങ്ക്. എക്സ്ചേഞ്ച് ബാങ്ക് ആർ ബാങ്ക്സ് which finance mainly the foreign exchange business, that is the export and import trade of a country. നമ്മുടെ രാജ്യത്തെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് എന്തെന്ന് പറയുന്നത്? എക്സ്ചേഞ്ച് ബാങ്ക്. അവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് തന്നെയാണ്. ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ മണി എക്സ്ചേഞ്ച് ആണ് അവിടുത്തെ ലക്ഷ്യം. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസിന് വേണ്ടി ഫോം ചെയ്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എക്സ്ചേഞ്ച് ബാങ്ക് ആണ്. സെറ്റ് ആണല്ലോ. അടുത്ത ബാങ്കിലോട്ട് പോവാം. അടുത്ത 5ാമത്തെ ബാങ്കാണ് സേവിങ്സ് ബാങ്ക്. സേവിങ്സ് ബാങ്ക്. നോക്കണേ. These banks primarily intended to encourage habits of thrift and saving among people with small incomes. ആൾക്കാരിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബാങ്കാണ് എന്തെന്ന് പറയുന്നത്? സേവിങ്സ് ബാങ്ക്. ഓക്കെ ആണല്ലോ. അത്രയേ ഉള്ളൂ. അവിടെ പഠിക്കുക. അത്രയേ ഉള്ളൂ. Encourage the habit of thrift and saving among people with small incomes. ഓക്കെ ആണല്ലോ. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാ? ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസ് ആണ്. അടുത്ത ബാങ്കിലോട്ട് പോവാം. സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് എന്താണ്? സെൻട്രൽ ബാങ്ക് ഇസ് ദ അപ്പെക്സ് ബാങ്ക് ഓഫ് ദ ബാങ്കിങ് സിസ്റ്റം ഓഫ് ദ കൺട്രി. എല്ലാ രാജ്യത്തിനും ബാങ്കുകളെ എല്ലാം നിയന്ത്രിക്കാൻ ഒരു വലിയ അതോറിറ്റി ഉണ്ട്, ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രൽ ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇഷ്യൂ കറൻസി നോട്ട്സ് ആൻഡ് ആക്ട്സ് ആസ് എ ബാങ്കേഴ്സ് ബാങ്ക്. ആ രാജ്യത്തിന്റെ കറൻസി ഇഷ്യൂ ചെയ്യുന്നത് ഏത് ബാങ്കാണ്? സെൻട്രൽ ബാങ്ക് ആണ്. അതുപോലെ തന്നെ ഇറ്റ് കൺട്രോൾ ക്രെഡിറ്റ് ആൻഡ് റെഗുലേറ്റ്സ് ദ ബാങ്കിങ് സിസ്റ്റം ഓഫ് ദ കൺട്രി.
രാജ്യത്തിന്റെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുക, ബാങ്കിംഗ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങളെല്ലാം ഏത് ബാങ്കിനാണ്? സെൻട്രൽ ബാങ്കിനാണ്. ദ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ആദ്യത്തെ സെൻട്രൽ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റിക്സ് ബാങ്ക്, സ്വീഡൻ ആണ്. സ്വീഡനിലെ റിക്സ് ബാങ്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? 1668. റിക്സ് ബാങ്ക് സ്വീഡൻ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? 1668. റിക്സ് ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 1668. നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? അറിയായിരിക്കുമല്ലോ. ഏതാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സെൻട്രൽ ബാങ്ക് ഏതാ? റിക്സ് ബാങ്ക്. അതെവിടെയാണ്? സ്വീഡനിലാണ് ഫോം ചെയ്തത്. ഏത് വർഷം? 1668. ഓക്കെ ആണല്ലോ. അടുത്ത ബാങ്കിലോട്ട് പോവാലോ.